പക്ഷെ ശരിക്കും പേരെന്താ? ജി ജോൺ. അത് ഇവരെ രണ്ടുപേരുടെയും എന്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു. എല്ലാവരും ആ ക്യാമറയ്ക്കകത്തോട്ട് നോക്കുക. അത് മാത്രമല്ല, കമന്റ് ബോക്സിൽ നിറച്ച് പറഞ്ഞിരുന്ന ലോങ് വീഡിയോ വേണം അപ്പച്ചൻ. വെള്ളം നിറകല്ല സുഖമായിട്ട് ലങ്ങ് കൊണ്ടുപോയി അവിടെ വെച്ചാൽ മതി. എല്ലാവരും ആ ക്യാമറയ്ക്കകത്തോട്ട് നോക്കുക. കാണാമോ? കാണാം. ആലോചിക്കട്ടെ ഞാനൊന്ന്. അപ്പൊ ചുമ്മാ ഇരുന്നാ മാത്രം മതി. പപ്പ അകത്തോ കാണാണ്ട് വീഡിയോ എടുക്കുവാ. അകത്ത് വെക്കോ. അകത്ത് ഇല്ല പൊക്ക, ഞങ്ങള് കാണാണ്ട് എടുക്കട്ടെ. അപ്പോ നമസ്കാരം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ ആണ്. വ്ളോഗ് എന്ന് പറയാൻ എനിക്ക് അറിയില്ല അങ്ങനെ പറയാമോ എന്ന്. കാര്യം ഞങ്ങള് ഇൻസ്റ്റഗ്രാമിലാണ് ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരെ രണ്ടുപേരുടെയും എൻ്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. പക്ഷെ അത് ചെറിയ രീതിയിൽ റീച്ച് കിട്ടുകയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പച്ചനോട് മുടി വെട്ടാൻ സ്ഥിരം പോകുന്നത്. അപ്പോൾ അത് ഞങ്ങളൊരു വീഡിയോ പോലെ ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് നല്ല റീച്ച് ആവുകയും അപ്പച്ചനെയും അമ്മച്ചിയൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്യും. അതുമാത്രമല്ല, കമന്റ് ബോക്സിൽ നിറച്ച് പറഞ്ഞിരുന്ന ലോങ് വീഡിയോ വേണം, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും വീഡിയോസ് വേണം, നിങ്ങൾ ആരൊക്കെയാണ്, നിങ്ങളുടെ അപ്പച്ചൻ്റെ പേരെന്താ, അമ്മച്ചിയുടെ പേരെന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി കമന്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്നാ ഞങ്ങളെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ കമന്റ് ബോക്സിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ അപ്പച്ചനും അമ്മച്ചി മാത്രമേ ഉള്ളോ, ബാക്കിയുള്ളവരൊക്കെ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ പേര് ഇവിടെ ഉണ്ട്. എല്ലാവരെയും വഴിയെ പരിചയപ്പെടുത്താം. അപ്പൊ ഇപ്പൊ നമുക്ക് മെയിനായിട്ട് പരിചയപ്പെടുത്തേണ്ടത് ഇവരെ രണ്ടുപേരെയാണ്. അപ്പം ഇതാണ് മിസ്റ്റർ ജി ജോൺ. ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിനകത്ത് ഞാൻ അറിയാണ്ട് ഞാൻ തമാശയ്ക്ക് അപ്പച്ചനെ വിളിക്കുന്നത് ജി ജോൺ എന്നാണ്. ജി ജോൺ എന്നാണ് അപ്പച്ചന്റെ പേര്. അപ്പോൾ അവനെ ജി ജോൺ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അത് ഡബ് ചെയ്ത സമയത്ത് എന്താ പറഞ്ഞിട്ട് ജിജോ എന്ന ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പേരെന്താ? ഉറക്കപ്പറ. ജി ജോൺ. അതാണ് ജി ജോൺ. ഇതാണ് മിസ്റ്റർ ജി ജോൺ. അപ്പൊ ഇത് പേര് പറഞ്ഞ അമ്മച്ചി? കെ റോസമ്മ. ഞങ്ങള് റോസുകുട്ടി എന്ന് വിളിക്കുന്നത് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഓക്കെ. അതാണ്. അപ്പം അപ്പച്ചന്റെ പേര് ജി ജോൺ, അമ്മച്ചിയുടെ പേര് കെ റോസമ്മ. ഞങ്ങൾ റോസുകുട്ടി എന്ന് വിളിക്കും. അപ്പൊ ഞങ്ങൾ ജോണിക്കുട്ടാന്ന് വിളിക്കും. പിന്നെ എന്റെ പേര് ജസ്റ്റിൻ മാത്യു. നിങ്ങൾ എന്താ വിളിക്കുന്നത്? ഇവിടെ വീട്ടിൽ വിളിക്കുന്ന പേര് പറഞ്ഞു കൊടുക്ക്. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് പറഞ്ഞു കൊടുക്ക്. അതെ, ജോമോൻ. അപ്പൊ ജോമോൻ എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നത്. ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയൊക്കെ കാണും. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങള് ഇത്രയും ഇവരോട് എങ്ങനെ ബോണ്ട് വന്നു എന്നൊക്കെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എനിക്കൊരു അനിയനുണ്ട്. അവനെ ഞാൻ കാണിക്കാം പിന്നുള്ള വീഡിയോസിൽ. അവനൊരു 1.5 വയസ്സല്ലേ ജെറിന്? എനിക്ക് 4 വയസ്സും ജെറിന് 1.5 വയസ്സും ഉള്ളപ്പോഴാണ് എൻ്റെ പപ്പ സൗദിയിലായിരുന്നു. അപ്പം അമ്മയും മീൻസ് ഇവിടുത്തെ സാഹചര്യമൊക്കെ ഇച്ചിരി മോശമായിരുന്നതിനാൽ അമ്മയും സൗദിയിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് ജെറിന്, എൻ്റെ അനിയൻ്റെ പേരാണ് ജെറിൻ, അവനെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ 1.5 വയസ്സിലും എനിക്കപ്പോൾ 4 വയസ്സുണ്ടായിരുന്നു. എന്നെ പപ്പയുടെ അമ്മയുടെയും വീട്ടിൽ ഒരു 3-4 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം 1 വർഷം 2 വർഷം ആര്? ഞാനോ? 2 വർഷമൊന്നും അല്ല പോടുന്നത്. ഞാൻ എത്ര LKG മുതൽ ഞാൻ 3ാം ക്ലാസ് വരെ അവിടെ അല്ലേ നിന്നത്. അപ്പോ പെരുന്നാണെങ്കിൽ 1.5 വയസ്സ് മുതൽ ഇവരുടെ കൂടാണ്. ഞാനാണെങ്കിൽ 4-5 വയസ്സ് വരെ, മീൻസ് LKG വരെ ഇവിടെ ആയിരുന്നു. എന്നിട്ട് ഒരു 3ാം ക്ലാസ് വരെ അവിടെ പോയി, എന്നിട്ട് തിരിച്ചു വന്നു. പിന്നെ അതുപോലെ ഇപ്പൊ എനിക്ക് 24 വയസ്സായി, അനിയന് 20 വയസ്സായി, 21 വയസ്സാവുന്നു. അപ്പോ ഇത്രയും വർഷം ഞങ്ങൾ ഇവരുടെ കൂടാണ് ജീവിച്ചതും ഞങ്ങൾ ഒന്നിച്ചാണ് ജീവിച്ചത്. ഞങ്ങള് ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേക്കിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചത്. ഇപ്പൊ ഇവിടെ അനിയനോടുണ്ട്, ഇപ്പൊ ഇല്ല. ഞങ്ങളൊരു ചെറിയൊരു ബിസിനസ് ചെറുതായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും ഷിഫ്റ്റ് എടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ലീവായിരുന്നു. അതുകൊണ്ട് അനിയൻ ഇപ്പോൾ ഇന്ന് അവിടെ പോയി. അവനെ ഞാൻ കാണിക്കാം വഴി. എന്താ? ശരി. ഓക്കെ. പിന്നെ നമ്മുടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയില്
മുതുവിലക്കാട്. മുതുവിലക്കാട്, പുന്നമൂട്, മഞ്ഞിപ്പുഴ, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. എന്നാലും ഞങ്ങളുടെ പ്രോപ്പർ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട പഞ്ചായത്തില് ഭരണിക്കാവ് എന്നാണ് ഞങ്ങളുടെ പ്രോപ്പർ നമ്മുടെ ഒരു ടൗൺ എന്ന് പറയാം. അതിന്റെ സ്ഥലം അവിടാണ് ഞങ്ങളുടെ വീട്. ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എവിടെ ശാസ്താംകോട്ട. അപ്പോ അവിടെയാണ് ഞങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയില്ല. ഇതിപ്പം എനിക്കും അറിയില്ല, ഇവർക്ക് പിന്നെ ഒട്ടും അറിയില്ല ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നോ ഇതെങ്ങനെ കൺവേ ചെയ്യണമെന്നോ. അപ്പോ ജസ്റ്റ് എന്നാ ഷൂട്ട് ചെയ്ത് നമുക്ക് തമ്മിൽ സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങ് പറയുക, ഇല്ലയോ? പിന്നെ അപ്പച്ചനെയും അമ്മച്ചയും ഒക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് അപ്പച്ചന് മനസ്സിലായില്ലയോ? പിന്നെ അമ്മച്ചിക്കോ എത്ര പേരാ ചോദിക്കുന്നത്, ഇല്ലയോ അപ്പച്ചനെ അമ്മച്ചിയും പറ്റി? അപ്പച്ചനും അമ്മച്ചിക്കും ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ ഈ പറയുന്ന കമന്റും നിങ്ങൾ ചോദിക്കുന്നതും ഒക്കെ കേട്ടിട്ട്. അപ്പച്ചനും അമ്മച്ചിക്കും ഒത്തിരി സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം, എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും സന്തോഷം. ഫുൾ ഹാപ്പി ഇപ്പൊ. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ, നമുക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ ഇപ്പം ഇതൊരു ഫസ്റ്റ് വീഡിയോ അല്ലേ, അപ്പൊ ഇനിയിപ്പോ ചിലപ്പോ കുറേശ്ശെ വീഡിയോസ് ഇങ്ങനെ വരുമ്പോ നമുക്ക് പയ്യെ സംസാരിച്ചിരിക്കാം. അമ്മച്ചി ഇച്ചിരി സൈലന്റ് ആയില്ലേ? അമ്മച്ചി വീഡിയോ ആള് കാണാം. അപ്പച്ച അങ്ങനല്ല, അപ്പച്ചൻ ജഗജില്ലി. അപ്പൊ എന്താ പിന്നെന്തുവാ പറയാനുള്ളത്? എല്ലാം ഓക്കെ. നമ്മളെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ മറ്റേ ഡൈ അടിക്കുന്ന വീഡിയോ ഒക്കെ ഇല്ലേ, അതൊക്കെ ഒത്തിരി പേര് കണ്ട്. മീൻസ് ഡൈ അടിക്കുന്ന ഞാൻ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ അവിടെ ഇല്ല, ഇൻസ്റ്റഗ്രാം ഞാൻ ആദ്യം ഇട്ട സ്ഥലം അവിടെ ആണെങ്കിൽ നിങ്ങളുടെ ആ വീഡിയോ 30-40 ലക്ഷം അടുപ്പിച്ച ആൾക്കാർ കണ്ട്. ഇപ്പൊ നമ്മള് യൂട്യൂബിലും ഇതേപോലെ ഇടും. ഇപ്പൊ യൂട്യൂബ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, മറ്റേ യൂട്യൂബ് കേട്ടിട്ടല്ലേ യൂട്യൂബ് എന്നൊക്കെ, അവിടെ ഇട്ടപ്പോ ഇപ്പൊ ഒരു 10 ലക്ഷം അടുപ്പിച്ച ആൾക്കാർ അതും കണ്ടിട്ടുണ്ട്. 10 ലക്ഷം എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലോ. അപ്പൊ ഇല്ല എവിടെ പോവാ? നടക്കാൻ പോന്നോ? അപ്പൊ പോക്കോ, കുഴപ്പമില്ല. നടക്കാൻ പോണേ മഴയാറുമെന്ന് ഇല്ല പോയിട്ടോ. എന്തായാലും നമ്മളെന്തായാലും പറയാം. ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോ തന്നെ ഉള്ള അന്തരീക്ഷം കൊള്ളാം അല്ലേ? നല്ല മഴക്കോള്, ഇപ്പൊ നല്ല അടിപൊളിയായിരുന്നു, നല്ല ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഫസ്റ്റ് വീഡിയോ അറിയില്ല, ഇപ്പോഴും ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടതെന്ന് പോലും അറിയില്ല. നമ്മളങ്ങ് പറയുക. അപ്പച്ചൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ നല്ല സുന്ദരനായി ഒരുങ്ങി കൂട്ടപ്പനായിട്ട് വന്നിരിപ്പുണ്ട്. അമ്മച്ചോട് ഒരുങ്ങാൻ പറഞ്ഞ അമ്മച്ചി ഒരുങ്ങില്ല, അമ്മച്ചി മടിച്ച നൈറ്റ് ഈ ചെടി എടുത്തോണ്ട് ചുറ്റും നടക്ക. ചെടിയുടെ ഫോട്ടോ എടുക്കണം. ചെടിയുടെ ഫോട്ടോ അമ്മച്ചിയുടെ ആഗ്രഹമില്ലേ? എന്നാ ഇത് നോക്ക്. അപ്പച്ചനും വേണോ? പിന്നെന്താ ചേടാ കഴുകാവല്ലേ? മണ്ണായി വേണ്ട മുണ്ടില്. അത് കുഴപ്പമില്ല, നമുക്ക് കഴുകാം. അത് വെക്കുവാന്നോ അവിടെ? അത് കഴുകാം നമുക്ക്. ചുമ്മാ പറഞ്ഞ ഇങ്ങ എടുക്ക്. എന്തിനാ വെറുതെ മണ്ണാക്കുന്നത്? മണമുണ്ടോ? ഇല്ല, നോക്കിയേ, ഇതിനില്ല. ഇതുകൊണ്ട് മുണ്ടിലായി. സാരമില്ല, വെള്ളമുണ്ടോ? മണമില്ലാത്ത മണമില്ല. അപ്പൊ അതാണ് നമ്മുടെ അപ്പൊ കാര്യങ്ങളൊക്കെ, ഇല്ലയോ? അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് ഇത്രേ അറിയുള്ളൂ ഞങ്ങക്ക് പറയാൻ. അപ്പൊ ഇനിയിപ്പം വരുന്ന വീഡിയോസിലൊക്കെ ഞങ്ങള് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കി ഞങ്ങള് കാര്യമൊക്കെ സംസാരിച്ച് ഒക്കെ ഇരിക്കാം. അയച്ചുതരാം. അപ്പൊ ഇതാണ്, ഒന്നുകൂടെ ഞാൻ പറയാം. ദിസ് ഈസ് അല്ല, ഞാൻ എന്റെ പേര് പറഞ്ഞായിരുന്നോ? ഇല്ല, എന്റെ പേര് പറഞ്ഞില്ലല്ലോ, സോറി. അപ്പം എന്റെ പേര് ഞാൻ പറഞ്ഞെങ്കിൽ ഒന്നുകൂടെ പറയാൻ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ ഓർമ്മയില്ലതാ. അപ്പോ ഐ ആം ജസ്റ്റിൻ മാത്യു. ഇവര് ഞാൻ പറഞ്ഞില്ലയോ എന്റെ പേര് ജസ്റ്റിൻ മാത്യു, നിങ്ങൾ വിളിക്കുന്നത് ജോമോനെ എന്നൊക്കെ. ശരി പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാലും ഒന്നുകൂടെ ദിസ് ഈസ് പേര് പറ. അപ്പച്ചന്റെ പേര് പറ. കമോൺ, പേര് പറ. അമ്മച്ചിയുടെ പേര് പറ. കേറോസമ്മ. എന്റെ പേര് പറ. ജസ്റ്റിൻ മാത്യു. വീട്ടിൽ വിളിക്കുന്ന പേര് പറ.
ജോമോൻ. യെസ്. അപ്പം സോ ഇതിനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നോ അല്ലെങ്കിൽ എന്താ ചെറിയൊരു പരിചയപ്പെടുത്തലെന്നോ അങ്ങനെയൊക്കെ എന്തും പറയാം. പക്ഷെ ഇതല്ല, ഇനിയും കൂടുതൽ പരിചയപ്പെടാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യും. ഇവരറിയാതെ ഈ ഒളിച്ചും പാത്തുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചൻ അറിയുന്ന പോലും ഇല്ല ഈ വീഡിയോ എടുക്കുന്നതോ. അമ്മച്ചി അപ്പച്ചൻ അറിയാതെ ഒളിച്ചിരുന്ന് നമ്മൾ വീഡിയോ എടുക്കും. എന്നിട്ട് എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് അവരെ കാണിക്കും. അപ്പൊ എന്തായാലും രണ്ടുപേരും സന്തോഷത്തിലാണോ? ഹാപ്പിയാണ് ഈ വീഡിയോ ആൾക്കാരൊക്കെ കാണുന്നതിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നതിലും രണ്ടുപേരും സന്തോഷത്തിലാണോ? വളരെ സന്തോഷം. അത് മതി, എനിക്കത് മതി. ഈ വയസ്സാങ്കാലത്ത് ഇത്ര ആളുകളിലോട്ട് ഞാൻ കാണിച്ചേ അത്രേ ഉള്ളു. അപ്പം അതാണ്, ദിസ് ഈസ് അവർ ഫസ്റ്റ് വീഡിയോ ആൻഡ് ഇനിയും വരും അല്ലേ? അപ്പോ എല്ലാവർക്കും നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് നമ്മൾ നിർത്താണ്. ഇനിയിപ്പോ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ഇവരെ പറ്റി എന്താ അറിയേണ്ടത്, എന്നെ പറ്റി അറിയേണ്ടത്, ഫാമിലിയെ പറ്റി എന്താ അറിയേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റിൽ ചോദിക്കുക. നമ്മൾ എന്താ അതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് ചെയ്യാം. എനിക്കറിയില്ല, ആക്ച്വലി ഐഡിയ ഇല്ല എന്താണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുക. ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി അപ്പം എനിക്കൊരു ഐഡിയ ഇട്ടുള്ളൂ. അപ്പോൾ എന്നാൽ പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹായ് അല്ല, ബൈ 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 ബൈ.